അപ്പോൾ ഇന്ന് നമ്മുടെ താറാവിൻ്റെ കൂടാണിത്. താറാവുകൾ ഇത്രയായി കേട്ടോ, ഉണ്ടോ? ഇപ്പോൾ ഒരു താറാവിൻ്റെ ഷേപ്പൊക്കെ വന്നു. 18 പേരുണ്ട്. ഈ കോഴി ഇതിനകത്തുള്ളത് കോഴിക്കൂട്ടിൽ ഇതിനെ മാത്രം എല്ലാവരും കൂടെ എടുത്തിട്ട് കൊത്തി അതിനൊരു എഴുന്നേക്കാൻ മേലാത്തൊരു ക്ഷീണം വന്നത്. പിന്നെ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഞാൻ ഇന്നലെ ഒരു 10-20 കോഴിക്കുഞ്ഞുങ്ങളെ കൂടെ പുതുതായിട്ട് മേടിച്ച് വിട്ടിട്ടുണ്ട്. അവരിതാ കിടക്കുന്നത്. ഈ കൂട്ടിൽ തന്നെയുണ്ട്. മറ്റേ വലിയ കോഴികളുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇവരെ കൊത്തും, കുഞ്ഞുങ്ങളെ കൊത്തും. പിന്നെ താറാവായതുകൊണ്ട് കൊത്തുമല്ലാത്തത് കൊണ്ടാണ് അവരെ എങ്ങനെ ഇട്ടിരിക്കുന്നത്. അവരൊന്നിച്ച് കൂട്ടുകൂടിയിരിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ താറാവിന് തീറ്റ കൊടുക്കാനായിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഈ വെള്ളം എപ്പോഴും അവർക്ക് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവിടെ എല്ലാവരും അപ്പോൾ ഇട്ടെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുവാണ്. അവരുടെ കോഴിക്കും താറാവിനൊക്കെ തീറ്റ കൊടുക്കുന്ന പാത്രങ്ങളാണിത്. ഇവിടെ കോഴിക്ക് വെച്ചിരുന്ന വെള്ളവും അവർ വന്ന് കുടിച്ച് ചെളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെയ്യുന്നത് ഈ വെള്ളമെല്ലാം എടുത്ത് മാറ്റും. ഇത് ഇപ്പോൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ആദ്യത്തെ കൊണ്ടുവന്നപ്പോഴത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ജനുവരി 5-ാം തീയതിയാണ് ഇതുങ്ങളെ മേടിച്ചത്. തീരെ കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പോൾ ഇവർ ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ട താറാവായിട്ട് തോന്നും. ഇന്ന് കണ്ടെന്നാൽ കോഴിക്കുഞ്ഞന്നേ തോന്നുള്ളായിരുന്നു. ഇത്രയും കുഞ്ഞായിരുന്നു. ഇപ്പോൾ എല്ലാവരും ഇത്രയും ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് വെള്ളം അങ്ങനെ വെള്ളത്തിൽ അഴിച്ചു വിടാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാനിവിടെ ഈ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താണ് ഇവർ ആ വെള്ളത്തിൻ്റെ നികത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻ്റ് ഇടുകയും എന്നോട് കാര്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. എനിക്ക് അതൊക്കെ ഞാനിത് ഇടുന്നത് തന്നെ നിങ്ങൾക്കിതൊരു പ്രചോദനമാകട്ടെ. ഇത് ചെയ്യാനായിട്ട് നമുക്കൊക്കെ പറ്റും എന്നൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ ചെയ്യുമ്പോഴാണ് ഇത് മറ്റുള്ളവർക്കും ചെയ്യാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയുള്ള വീഡിയോകളൊക്കെ. അല്ലാതെ നമ്മുടെ വീട്ടിലെ ഇത് പൊങ്ങച്ചം കാണിക്കാൻ അങ്ങനെയുള്ളതൊന്നുമല്ല. നമ്മൾ ഒരാൾ ചെയ്യുമ്പോൾ ഇതെനിക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് ഓരോരുത്തരും ചിന്തിക്കുമ്പോഴാണ് നമ്മൾ സ്വയം പര്യാപ്തരാകുന്നത്. അപ്പോൾ ഞാൻ ആ പറയുന്നതിൻ്റെ ഉദ്ദേശം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ഇതെല്ലാം മെയിൻ്റെനൻസ് ചെയ്തു പോകുന്നത്. എനിക്ക് കുറേ ആടുകളുണ്ട്. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്യുവാണ്. എനിക്കിവിടെ വേറെ ആരും കൂട്ടുകാരില്ല. എൻ്റെ ഒരു ഒറ്റയ്ക്കായ ഒരു ലേഡിയാണ് ഞാൻ. പിന്നെ അപ്പോൾ നിങ്ങൾ കണ്ടല്ലേ, ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ. 2 ദിവസമായുള്ളൂ വാങ്ങിച്ചിട്ട്. 20 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയുവാണ്. എൻ്റെ സബ്സ്ക്രൈബൊക്കെ ഒരുപാട് കുറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടുന്ന നല്ല നല്ല വീഡിയോയ്ക്ക് എല്ലാവരും കണ്ടുപോകുന്നതല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ മറന്നു പോകരുത്. ആദ്യം തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വെള്ളമില്ലാതെ ഇതുപോലെ പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുത്തുമൊക്കെ നമുക്കിങ്ങനെ ഈ താറാവിനെ നല്ല ഇതിനൊക്കെ വളർത്തി ഇതുങ്ങളൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഒരു കൂടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്ഥലം മതിയല്ലോ. ഒരു കൂടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരി പൈസ ഉണ്ടാക്കി ചെയ്തിട്ട് ആർക്ക് വേണേലും ചെയ്യാം. ഒരു പണിക്ക് പോകുന്നവർക്ക് പോലും ഇതിന് കുറച്ച് വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുത്ത് ഇട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇതുങ്ങളെയൊക്കെ ഒന്ന് കാണുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് തന്നെ നമുക്ക് മനസ്സിന് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ എടുത്ത് മാറ്റി കാണിക്കാം. ഈ വെള്ളം നല്ല ഒന്നാന്തരം വളമാണ് കേട്ടോ. ഞാനിവിടെ നട്ടുപിടിപ്പിച്ചേക്കുന്നതിനൊക്കെ ഞാൻ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. ചെടിക്കോ അതുപോലെയുള്ള ഈ വേനൽക്കാലത്ത് വെള്ളമൊന്നും ഇല്ലാതെ ഒരുപാട് സസ്യങ്ങളൊക്കെ നിന്ന് ഉണങ്ങി പോകുന്നുണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളമൊന്നും ഞാനിവിടെ കളയാറില്ല. എല്ലാം ഞാനെടുത്ത് ഓരോന്നിനും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം മാറട്ടെ.
ഇതിൽ അവരുടെ അപ്പിയെല്ലാം ഉണ്ട്, അതുകൊണ്ട് വേറെ ചാക്കിട്ട് കൊടുക്കും. ഇത് പൈപ്പിൻ്റെ വെള്ളം ഒഴിച്ച് ഈ വേസ്റ്റ് എല്ലാം അങ്ങോട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മളത് വെയിലത്തോട്ടിട്ട് കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. നമ്മൾ പുതിയ ചാക്ക് ഇങ്ങനെ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ ചാക്കിനോട് ഇടിച്ചു കൊടുക്കും. പോസ് ചെയ്ത് വെള്ളം വെക്കുന്ന പാത്രങ്ങളൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം വെള്ളം നോക്കാൻ. നമ്മൾ ഇടയ്ക്കല്ല എല്ലാ ദിവസവും തന്നെ ഈ പാത്രങ്ങൾ കഴുകാറുണ്ട്. ഒന്നും നമ്മൾ അറപ്പൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല, ഒന്നും അറക്കാനായിട്ടൊന്നുമില്ല. നമ്മളിവിടെ ഇച്ചിരി വെള്ളം ഒക്കെ വരുമ്പോൾ ഇവിടെ ഈ ആട്ടുകൂട്ടിൽ നിന്നൊക്കെ വരുന്ന കച്ചിയൊക്കെ കൊണ്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് 1-2 ദിവസം കൂടുമ്പോൾ ഇവിടെ പുതിയ വേസ്റ്റ് കച്ചി. അപ്പോൾ ഇതുങ്ങളുടെ അപ്പിയൊക്കെ കൊണ്ടിവിടെ വൃത്തികേടാകും. ഈ താറാക്കളെ അറിയാമല്ലോ, എപ്പോഴും അവർക്ക് വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടം. അപ്പോൾ അവർ വൃത്തികേടാക്കിക്കൊണ്ടേ ഇരിക്കും. വെള്ളത്തിൽ ചാടിയിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് വെള്ളം പിടിക്കട്ടെ. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ ഞാനിവിടെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ താറാക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ അത്ര നനച്ചാൽ പോരാ, അവർക്ക് ഇച്ചിരി കൂടെ വെള്ളം കൂടുതൽ വേണം. അവർക്ക് ഇച്ചിരി വെള്ളത്തിൽ നിന്ന് കുഴഞ്ഞ് ഇച്ചിരി കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കുന്ന തീറ്റയാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാരും കുളിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ വെള്ളത്തിൽ ചാടുന്നുണ്ടോ? ആ പാത്രം പറഞ്ഞ ഇച്ചിരൂടെ വലിയ പാത്രമാണ് വേണ്ട. 1-2 പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നത് നല്ലതാ. ഞാനും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കൊട്ടയും കൂടെ വെച്ച് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം ഈ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ചാടി മരിക്കുമോ എന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് കൊട്ടയ്ക്കകത്തൊക്കെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കയറാൻ പറ്റത്തില്ലല്ലോ. അവരങ്ങനെ ആ വെള്ളത്തിലോട്ട് അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ പോകുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേറെ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ അവര് തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചാക്കൊക്കെ മാറി പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഈ ഓക്കച്ചാക്കാണ് ഇത്. ഈ ആടുകൾക്കൊക്കെ മേടിച്ചോണ്ട് വരുന്ന തീറ്റ മേടിച്ചോണ്ട് വരുന്ന ഓക്കച്ചാക്കുകളൊക്കെ ഒരുപാട് ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ കണ്ട അവര് തീറ്റ തിന്നുകയും വെള്ളത്തിൽ ചാടുകയും അതിന്റെ കൂടെ വെള്ളം കുടിക്കുകയും ഇങ്ങനെ വൃത്തി നോട്ടവാ. ഈ വെള്ളം വൃത്തികേടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ കുടിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ അതിനകത്ത് ചാടുകയില്ല. നല്ല പുത്തൻ വെള്ളത്തിലാണ് ഇവര് ചാടി കുളിക്കുന്നത്. അത് പിന്നെ കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുടിയാ. അതപ്പൊ ഇങ്ങനെ നല്ല രസകരമായ ഒരു രാവിലത്തെ ഉള്ളൊരു കാഴ്ചയുണ്ട് ഇത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള തീറ്റയാണ് കൊടുത്തിരിക്കുന്നത്. താറാകൾക്ക് ഇച്ചിരിയുടെ വെള്ളം ഒഴിച്ചൊന്ന് നീട്ടി കൊടുത്തിട്ടുണ്ട്. നീട്ടിയല്ല, അവർക്കിങ്ങനെ അവരുടെ ചുണ്ടിങ്ങനെ പരന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ കോരിയെടുക്കുന്ന പോലുള്ളൊരു രീതിയിലാണ് അവരുടെ എടുക്കല്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രയും കാണിച്ചത് കൊണ്ട് നിർത്തുന്നു. ഇനി എനിക്ക് ആദ്യത്തെ എടുത്ത പിന്നെ ചാക്കുകളൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടുണ്ട്. അത് വൃത്തിയാക്കുന്നത് അത് വലിയ കാര്യമൊന്നും അല്ല, ഈസി കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ഓർക്കുമ്പോഴെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ്. ഇങ്ങനെ വെള്ളം
വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇങ്ങനെ കളഞ്ഞാൽ മതി. എന്നിട്ട് ഇങ്ങനെ തോരക്കിട്ട് കഴിയുമ്പോഴത്തേക്കും അത് വൃത്തിയാക്കിക്കോളും, ഉണങ്ങിക്കിടന്നോളും. പിന്നെ അടുത്ത തവണ നമ്മൾ ഉച്ചയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും വീണ്ടും. അപ്പോൾ ഉണ്ടോ, ഏതായാലും ചെടിയുടെ ചോട്ടിലോട്ടൊക്കെ വെച്ചിങ്ങനെ വെള്ളം ഒഴിക്കുകയാണ്. ആ ചെടിക്ക് ആ വെള്ളം കിട്ടുകയും ചെയ്യും, നല്ല വളവുമാണ്. മുറ്റത്തൊന്നും വെച്ചിങ്ങനെ ചെയ്യരുത്. നമ്മൾ നടക്കുന്ന സ്ഥലത്ത് മുറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വൃത്തികേടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിപ്പോ ഇത് ചെടിയുടെ ചോട്ടിലാണ്. ഇവരെല്ലാം കാഷ്ടിച്ചും വെള്ളം ഒഴിച്ചുമൊക്കെ ഇത് വൃത്തികേടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഒന്ന് കഴുകി കഴിയുമ്പോഴത്തേക്ക് ഈ പണി അങ്ങ് തീരും. അതാ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ നിർത്തുവാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യണം. നമ്മൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇത് ചെയ്യണം. നമ്മുടെ വീട്ടാവശ്യത്തിനല്ലോ, ഇങ്ങനെ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ചെങ്കിലും ചെയ്യാമല്ലോ എല്ലാവർക്കും. അപ്പൊ നമ്മൾ മടിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. കോഴികളുടെ മുട്ടയൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. നല്ലപോലെ സെയിലാകുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഓരോരുത്തരും ഇത് ചെയ്യാനും തയ്യാറാകുന്നത്. നമ്മൾ ആരെങ്കിലും ചെയ്യുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടും. ഓക്കെ, ബൈ.